ശരി ശ്രീ പി ജോസഫ്, അതായത് ഈ വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിൽ മുതൽ ബി.ജെ.പിയുടെ നിലപാടുകളെ ഏതാണ്ട് പരസ്യമായി പിന്തുണയ്ക്കുന്ന ഒരു സമീപനം സഭ സ്വീകരിച്ചത് താങ്കൾക്കറിയാം. മാത്രവുമല്ല, ദീപികയിൽ വന്നിട്ടുള്ള ലേഖനം പോലും വഖഫ് പാർലമെന്റിലെ നടക്കുന്ന മതേതര പരീക്ഷണമാണ് എന്നാണ് ലേഖനം വന്നത്. കേരളത്തിലെ എംപിമാരുടെ മതമൗലിക നിലപാട് അവിടെയാണ് വ്യക്തമാകാൻ പോകുന്നത് എന്ന് പറയുന്നു. കേരളത്തിലെ CPI-നും കോൺഗ്രസിനും ഈ ബില്ലിനെ പറ്റി ഇനിയും മനസ്സിലായിട്ടില്ല എന്ന് വരെ ലേഖനം വന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. അപ്പോൾ ഈ വസന്ത് പറയുന്ന കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ KRLCC പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിനടക്കം ബോധ്യപ്പെടാതെ പോകുന്നു? ഇല്ല, ഇതിന്റെ അകത്ത് ബോധ്യപ്പെടാനായിരിക്കുന്നു. വഖഫ് ബില്ല് വന്നത് ഒരു വൻ വിജയം തന്നെയാണ്. ഇവരാരും ഇത് മനസ്സിലാക്കാത്തതന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളായി, കഴിഞ്ഞ 1959 ഇങ്ങോട്ട് നോക്കി ആ കാലഘട്ടം ഇന്നുവരെയുള്ള ഇവിടെ നടമാടിക്കൊണ്ടിരുന്ന ഒരു വലിയ അരാജകത്വത്തിന് ഒരു പരിധിവരെ അറുതി വരുത്തിയിരിക്കുകയാണ് വഖഫ് ബില്ല് കൊണ്ട്. ശരി, ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ഷാർപ്പായി ചോദിക്കട്ടെ, അത് മുനമ്പത്ത് എന്ത് നേട്ടമാണ് ഉണ്ടാക്കുക? പറഞ്ഞുതരാം. മുനമ്പത്തെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവിടെ ഒരു വഖഫ് ബോർഡിന്റെ വിധി, വഖഫ് ട്രൈബ്യൂണലിന്റെ വിധി വന്നു കഴിഞ്ഞാൽ അതിനെതിരെ അപ്പീൽ പോലും ഇല്ലാതെ അവർക്ക് എക്കാലവും അവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരവസ്ഥ സംജാതമായിരുന്നു. അത് മനസ്സിലാക്കണം. അവിടുന്ന് അവർ ഇറങ്ങിക്കൊടുക്കണമായിരുന്നു. ഈ വഖഫ് ട്രൈബ്യൂണലിന്റെ വിധി വരുന്നതോടുകൂടി ഈ വസ്തുക്കളിൽ നിന്നും ഈ ആൾക്കാർ ഇറങ്ങാൻ നിർബന്ധരായിരുന്നു. എന്നാൽ പുതിയ ആക്ടിനകത്ത് റെട്രോസ്പെക്ട് എഫക്റ്റിലെ പോലും നാളെ വിധി വന്നാൽ നാളത്തെ കഴിഞ്ഞ് അതിന് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കാം. ഇന്ത്യൻ ഭരണഘടന കീഴിലേക്ക് ആ വഖഫ് നിയമം വന്നിരിക്കുന്നു. ഇന്ത്യൻ നിയമത്തിന്റെ അധീനതയിലേക്ക് അത് വന്നിരിക്കുന്നു. ഇത്രയും നാൾ ഒരു സെപ്പറേറ്റ് നിയമമായി ഇവിടുത്തെ സിവിൽ കോടതികൾക്കോ ഇവിടുത്തെ ഭരണഘടനാ കോടതിക്കോ യാതൊരു അവകാശമില്ലാതെ അന്തിമമായി ഒരു വിധിയായിരുന്നു വഖഫ് ട്രൈബ്യൂണലിന്റെ. അത് വെച്ച് നേരെ എക്സിക്യൂഷനാണ്. സിവിൽ കോടതിയുടെ അതേ റൈറ്റ് ഉപയോഗിച്ച് ജില്ലാ ജഡ്ജി അല്ലെങ്കിൽ അവിടെ ജില്ലാ കോടതിയിൽ എക്സിക്യൂഷൻ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഇറങ്ങിപ്പോകണമായിരുന്നു. ആ സിറ്റുവേഷൻ കംപ്ലീറ്റ് മാറി. യാഥാർത്ഥ്യത്തെ ഇവർ മനസ്സിലാക്കുന്നില്ല. ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം നാളെ വഖഫ് ട്രൈബ്യൂണൽ എന്ത് വിധിച്ചാൽ പോലും ആ വിധിക്കെതിരെ ഇവിടെ ഹൈക്കോടതിയിൽ ഇവർക്ക് അപ്പീൽ കൊടുക്കാം. അപ്പീലില്ലാത്ത ഇവരെ ഇറക്കിവിടുന്നത് മാത്രമല്ല, ഇപ്പൊ പ്രസന്റ് ആയിട്ടുള്ള നിയമങ്ങൾ ഒന്നും കൂടെ വിശകലനം ചെയ്യുന്നുള്ള അവകാശവും അവസരവും ലഭിച്ചിരിക്കുകയാണ്. വഖഫ് ട്രൈബ്യൂണലിന് വഖഫ് ബോർഡിന്റെ നിയമങ്ങൾ എന്താണോ, അതായത് പറഞ്ഞിരിക്കുന്നതാണോ, ആരെങ്കിലും സംഭാവന എന്തെങ്കിലും ആയിക്കോട്ടെ, വഖഫായിട്ട് കൊടുത്ത വസ്തു ആയിക്കോട്ടെ, അത് അവരുടേതാണെന്നും അതിന്മേൽ അന്തിമമായി ഒരു വിധി ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇവിടെ സ്വതന്ത്രമായ രീതിയിൽ അവരുടെ ഇതെല്ലാം കൊടുക്കുന്നതിനും അവരുടെ മുഴുവൻ തെളിവുകളും കൊടുക്കുന്നതിനും അതിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ അവകാശം സ്ഥാപിച്ചു കിട്ടുന്നതിനും അല്പം താമസിച്ചാൽ പോലും സാധിക്കും എന്നുള്ള ചെറിയ കാര്യമാണോ? രണ്ടാമത് സെക്ഷൻ 2A പ്രൊവിഷൻ പറയുന്നതിനാണ് സൊസൈറ്റിയെയും മറ്റുള്ള കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ആ കാര്യത്തിൽ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനം എടുക്കാനുള്ള രീതിയിലുള്ള ഒരു അവകാശം ഇവിടെ വന്നിട്ടുണ്ട്. നമ്മളവിടെ നേരിട്ട് റെട്രോസ്പെക്റ്റീവ് ആക്ട് വന്നില്ല എന്ന് പറയുമ്പോൾ ആ ഒരു അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൂടുതൽ വേദനിപ്പിക്കേണ്ട. ഇന്നലെ വരെ കഴിഞ്ഞോട്ടെ. നാളുകളിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. മറ്റൊരു അന്യമതസ്ഥന്റെ വസ്തു കണ്ടിട്ട് ഇത് വഖഫാണെന്നും അത് ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് പറയാനുള്ള ഒരവസ്ഥ ഉണ്ടാകരുത്. നമുക്കറിയാമല്ലോ, തമിഴ്നാട്ടിലെ ഒരു ഗ്രാമം മൊത്തം അവർ ഏറ്റെടുത്തു. ഇവിടുത്തെ കർണാടകത്തിലെ ഈദ് ഗ്രൗണ്ട് അവരേറ്റെടുത്തു. 2013 മൻമോഹൻ സിംഗ് ഗവൺമെന്റ് പോകുന്നതിന് മുമ്പ് ഡൽഹിയിൽ 7 സ്ഥലങ്ങളാണ് ഡീനോട്ടിഫൈ ചെയ്ത് വഖഫിന് വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ രാജ്യത്ത് മൊത്തം കൊടുത്തുകൊണ്ടിരുന്ന ഈ കാണുന്ന അതിക്രമത്തിന് ഒരു പരിധിവരെ ഈ പറയുന്ന വഖഫ് നിയമം അറുതി വരുത്തിയിരിക്കുകയാണെന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കുന്നുള്ളതാണ് വളരെ വേദനാജനകം. ഇപ്പോഴും വഖഫ് ആ നിയമം കറക്റ്റ് ആണെന്നും അതിനകത്ത് ഒരു തെറ്റുമില്ലെന്നും അന്യന്റെ വസ്തു, അതായത് അന്യമതസ്ഥന്റെ വസ്തു വേറെ എവിടെയെങ്കിലും നടക്കൂ, അന്യമതസ്ഥന്റെ വസ്തു ആഗ്രഹിക്കുന്നതിന് തെറ്റുമില്ലെന്നും എന്ന രീതിയിൽ കോൺഗ്രസ് പറയുന്നതിനോട് വളരെ വിഷമമുണ്ട്. അല്ല, ആംബ്രോസ് പിതാവ് പറഞ്ഞതിന്റെ തെറ്റത്തിൽ ആംബ്രോസ് പിതാവ് അവിടെ പരിഹാരം ഉണ്ടാകാത്തതിന്റെ വേദന കൊണ്ട് പറഞ്ഞാണ്. അതായത് അങ്ങനെ പൂർണ്ണമായും പറയാൻ പറ്റുമോ? ആംബ്രോസ് പിതാവ് ആ വേദന മാത്രമല്ലല്ലോ പങ്കുവെച്ചത്. Q18 നൽകിയ അഭിമുഖത്തിൽ ഇതിൽ മറ്റു ചില അജണ്ടകൾ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. ദുരുദ്ദേശപരമാണോ എന്ന സംശയം പറയുന്നു. ഇതിൽ തന്നെയുള്ള ചില ഭേദഗതികളെ അദ്ദേഹം അതിശക്തമായി എതിർക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വേദന കൊണ്ട് പറഞ്ഞു എന്ന് പറയാൻ സാധിക്കുമോ? അദ്ദേഹം ഇത് കുറച്ചുകൂടിയൊക്കെ വായിച്ചും മനസ്സിലാക്കിയുമായിരിക്കില്ലേ പ്രതികരിച്ചത്? അല്ല, അതിനകത്ത് ശരിയാണ്. വഖഫ് ബോർഡിൽ മുസ്ലിംസിനെ വെക്കുന്നു, അത് തീർത്തും തെറ്റായൊരു കാര്യമാണ്. വഖഫ് ട്രൈബ്യൂണലിൽ ആർക്കും അവിടെ ജഡ്ജിയായിട്ട് വരാം. പക്ഷെ വഖഫ് ബോർഡിൽ, ദേവസ്വം ബോർഡിൽ ഒരു അഹിന്ദുവിനെ വെക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും? അതുകൊണ്ട് തന്നെയല്ലേ വഖഫ് ബോർഡ് അത് മുസ്ലിംസിന് വേണ്ടി ഉണ്ടാക്കിയൊരു
പിന്നെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയാണ്. അവിടെ തീർച്ചയായും മുസ്ലിം സാറിന്റെ ആൾക്കാർ തന്നെയാണ് വേണ്ടത്. ശരി, അവിടെയാണ് ശ്രീ പി ജോസഫ് എനിക്ക് സംശയമുണ്ടാകുന്നത്. അതായത് അത്തരം കാര്യങ്ങളിലൊക്കെ ആംബ്രോസ് പിതാവ് പറയുന്നത് ശരിയാണെങ്കിൽ സ്വാഭാവികമായും ഈ വഖഫ് ഭേദഗതിയിലൂടെ മുനമ്പത്തെ ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നിടത്ത് മാത്രം എന്താണ് ഒരു വിയോജിപ്പ് വരുന്നത് എന്നുള്ളതാണ്. അത് നിയമപരമായിട്ട് തെറ്റായതുകൊണ്ട് അദ്ദേഹം മനസ്സിലാക്കാതെ പോകുന്നതാണോ? ഈ വഖഫ് ബില്ല് വന്നുകൊണ്ട് അപ്പീൽ പ്രൊവിഷൻ വരുന്നു, ഈ കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാനുള്ള അവകാശം വരുന്നു. ആ കാര്യം പറ്റി അദ്ദേഹം പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ഞാനൊരു അഭിഭാഷക നിലയ്ക്ക് അത് പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ സാധിക്കും ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്ന്. അത് അത് നിയമപരിജ്ഞാനം അത്രയും വരുന്നില്ലെങ്കിൽ ആ കാര്യം അത്രയും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും അത് മാറും. ഒപ്പം ശരി, ഈ അതോടൊപ്പം ഈ സഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേരത്തെ ജോസഫ് ചൂട് പറഞ്ഞൊരു കാര്യമുണ്ട്, മന്ത്രി വരേണ്ട സാഹചര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ അഭിപ്രായപ്പെടാം. അങ്ങനെയുള്ള രാഷ്ട്രീയ സാധ്യതകൾ അല്ലെങ്കിൽ രാഷ്ട്രീയമായ മുതലെടുപ്പ് മാത്രമാണ് BJP ലക്ഷ്യം വെക്കുന്നത് എന്നുകൂടിയാണ് ആ പിതാവിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി വായിച്ചെടുക്കാൻ സാധിച്ചത്. ഈ ഒരു വിഷയം പറയാൻ വേണ്ടി നമ്മുടെ ജോസഫ് ചൂട് പറഞ്ഞാണ് പൂർണ്ണമായും ശരി. അതിന് മന്ത്രി വന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല. ഏത് വിധത്തിലാണെന്നുള്ള കാര്യം അവിടെ പിതാവിനെ ആരെങ്കിലും പോയി മന്ത്രിയുടെ പ്രതിനിധിയോ ആരെങ്കിലും പോയി എങ്ങനെയാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ മതി, ആ പ്രശ്നം തീരും. പിതാവിന് മനസ്സിലാകാതെ വരുന്ന മനസ്സിലാകുന്നതാണല്ലോ പിതാവ് തുറന്നടിക്കേണ്ടി വരുന്നത്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്ന കാര്യം നിയമപരമായിട്ട്. പിന്നെ രണ്ടാമൊരു കാര്യം, കിരൺ റിജ്ജു വരുന്നതുകൊണ്ട് മന്ത്രിയല്ലേ, അദ്ദേഹം അതിന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവുണ്ട്. അദ്ദേഹം പിതാവിനെ ബഹുമാനിക്കുന്നതിന് വേണ്ടി അവിടെ വരികയും ഈ വിഷയത്തിൽ ഇന്ന രീതിയിലുള്ള ഈ പ്രശ്നം പരിഹരിക്കാമെന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തി കഴിയുമ്പോൾ അതിനുശേഷം പിതാവ് ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ മാറി നിന്നിരിക്കും. അത് ആര് വരുന്നതിനും ഇവിടുത്തെ രാജ്യത്തെ നിയമമന്ത്രി വരുന്നതിന് ആർക്കാ തടസ്സമൊന്നുമില്ല. അതെവിടെ വരും വരട്ടെ, എന്ത് പരിപാടിക്കാലും വരുമ്പോഴാകട്ടെ. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് ലക്ഷ്യം കാണും. പക്ഷെ ഇവിടെ അതിന്റെ ഒരു സാധ്യതയുണ്ട്. ഏതാ മുനമ്പത്തെ ഇതിനോടൊപ്പം തന്നെ കൂടി വായിക്കണം. മുനമ്പത്തെ 1,500 ആൾക്കാർ അവിടെ നിരന്തരമായിട്ട് അവിടെ സത്യാനം കിടക്കുവാണ്. അവരെ സംബന്ധിച്ച് ഒരു പരിധിവരെ ബോധ്യം വന്നുകൊണ്ടായിരിക്കുമല്ലോ അവരൊരു പക്ഷേ അവിടെ ആഹ്ലാദ പ്രകടനം നടത്തിയത്. അവരെ നമുക്ക് നിഷേധിക്കാൻ പറ്റുമോ? അവിടെ മയ്യാറ്റത്തിനൊക്കെ പൂർണ്ണമായി അതിനകത്ത് നിൽക്കുന്നു. അപ്പൊ ഇങ്ങനൊരു നിയമം വന്നുകൊണ്ട് ഭാവിയിലേക്ക് ഒരു സാധ്യതയുണ്ട്. വഖഫ് എന്ന് പറഞ്ഞ് ഇനി നമുക്ക് പേടിക്കണ്ട. ഇല്ലേ, നമുക്ക് പേടിയായിരുന്നു. നമ്മുടെ ഡെമോക്രസിയുടെ വാള് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും തലയുടെ മേളിൽ കൊണ്ടൊരു വാളായിരുന്നു. നാളെ ഏത് ഭൂമിയാണ് ഇത് വഖഫാണെന്ന് പറഞ്ഞ് ഇതിലെ ടിപ്പു സുൽത്താൻ ഇതിലെ പോയെന്നോ വേറെ എന്തെങ്കിലും കാരണത്താൽ പറയാൻ പോകുന്നുള്ള പേടിയുണ്ടായിരുന്നു. ആ പേടി മാറ്റാൻ ഈ ബില്ലുകൊണ്ട് സാധിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. രണ്ടാമത് നിയമവ്യവസ്ഥയുടെ പരിധിക്കകത്തേക്ക് ഈ വഖഫ് നിയമം വന്നുള്ളത് ഏറ്റവും വലിയ സാധ്യതയാണ്. മൂന്നാമതായിട്ട് അപ്പീലുണ്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും പരിഹരിക്കപ്പെടാമെന്നുള്ളത് ഒരു വലിയ സാധ്യതയാണ്. ഇതിനെയൊക്കെ കാണണം. അതിനോടൊപ്പം തന്നെ ഇവിടെ ബോർഡിൽ ഇവര് മറ്റ് അമുസ്ലിംസിനെ വെച്ചതിനെ തീർച്ചയായും നമ്മൾ എതിർക്കുന്നു. അത് ശരിയല്ല. അത് മറ്റൊരു മതസ്ഥന്റെ അധികാര പരിധിയിലേക്കുള്ള കടന്നുകയറ്റത്തിന്റെ ഒരു ഭാഗമാണ്. അത് ഒഴിവാക്കണമെന്നുള്ളതായിരുന്നു നമ്മുടെ അഭിപ്രായം. യെസ്, തീർച്ചയായും.